നമസ്കാരം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല, ഹൃദ്രോഗം കാരണം മരിച്ചു. ഇനി കേസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിക്കാൻ നടപടി തുടങ്ങിയെന്ന വാർത്തയാണ് ഇന്നലെ ആദ്യം വന്നത്. ഉച്ചയോടെ കേരളത്തെ ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസുമായി 24 ന്യൂസ് ചാനൽ എത്തി. അയാൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, താമസിക്കുന്നത് ബ്രൂണെ എന്ന രാജ്യത്ത്, ഞങ്ങളുടെ പ്രതിനിധി അയാളുടെ ഒളിത്താവളത്തിന് അടുത്തുണ്ട്. ഇതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. 2023 എടുത്തത് എന്ന് പറയുന്ന സുകുമാരക്കുറുപ്പിന്റെ ഒരു ചിത്രവും അയാളുടെ താമസ സ്ഥലം എന്ന് പറയുന്ന ഒരു വീടിന്റെ ദൃശ്യങ്ങളും ചാനൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവും പലരും ഉയർത്തുന്നുണ്ട്. എന്തായിരിക്കാം ഈ വാർത്തയുടെ അടിസ്ഥാനം? സത്യത്തിൽ 24 സുകുമാരക്കുറുപ്പിന്റെ അടുത്തെത്തിയോ? മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 24 ചാനലിന് ഈ വാർത്തയുടെ ലീഡ് നൽകുന്നത് പാരിജാതൻ എന്ന് പറയുന്ന ബ്രൂണയിൽ താമസിക്കുന്ന ഒരു മലയാളി വ്യവസായിയാണ്. ജോൺ മേനോൻ എന്ന ഒരു അസാധാരണ പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രതിയെ പാരിജാതൻ എന്ന വ്യവസായിക്ക് മാത്രമല്ല, ബ്രൂണയിൽ താമസിക്കുന്ന നിരവധി പേർക്കറിയാം. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്നും മലേഷ്യയിൽ ജനിച്ച മലയാളിയാണ് ഇദ്ദേഹമെന്നും പലരും ഇപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ പാരിജാതൻ മാത്രമാണ് ഇയാൾ സുകുമാരക്കുറുപ്പാണ് എന്ന് അവകാശപ്പെടുന്നത്. അതിന് അയാൾ വ്യക്തമായ ഒരു കാരണം പറയുന്നുമുണ്ട്. പാരിജാതനും ജോൺ മേനോനും ബിസിനസ് രംഗത്ത് പരിചയക്കാരാണ്. ജോൺ മേനോൻ താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരാവശ്യത്തിനെത്തിയ പാരിജാതൻ തന്റെ സുഹൃത്തിനെ വീട്ടിൽ ചെന്നൊന്ന് കണ്ടേക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നടത്തിയ ഒരു കൂടിക്കാഴ്ചക്കിടയിൽ ജോൺ മേനോന്റെ മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് പാരിജാതന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിലെ പേര് സുകുമാരക്കുറുപ്പ് എന്നായിരുന്നു. ട്രാവൽ ഏജന്റ് കൂടിയായ പാരിജാതന്റെ മനസ്സിൽ സംശയം ജനിക്കുന്നു. ഇന്ത്യക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ നടക്കുന്ന, മുഖം പരമാവധി മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തന്റെ സുഹൃത്ത് ജോൺ മേനോന്റെ സ്വഭാവം അയാൾ ഒരിക്കൽ കൂടി മനസ്സിലോർക്കുന്നു. പലയിടങ്ങളിലും മാറി മാറി താമസിക്കുന്ന അയാളുടെ സ്വഭാവം, ഇതെല്ലാം പാരിജാതന്റെ മനസ്സിൽ സംശയം വർദ്ധിപ്പിക്കുന്നു. പാസ്പോർട്ടിൽ ജനന സ്ഥലമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ. ജനന തീയതി പാസ്പോർട്ട് പ്രകാരം 1946 മെയ്. പതിറ്റാണ്ടുകളായി കേരളം തിരയുന്ന പിടികിട്ടാപ്പുള്ളിയാണ് തന്റെ സുഹൃത്ത് ജോൺ മേനോൻ എന്ന് പാരിജാതൻ ഉറപ്പിക്കുന്നു. വിവരം 24 ന്യൂസ് പ്രതിനിധിക്ക് കൈമാറുന്നു. ഇയാൾ എന്തുകൊണ്ട് ഇന്ത്യൻ എംബസിയെയോ പോലീസിനെയോ അറിയിച്ചില്ല എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അത് സുകുമാരക്കുറുപ്പാണെന്ന് സംശയിക്കുന്നുവെന്നല്ല 24 ന്യൂസ് പറയുന്നത് എന്നോർക്കണം. സുകുമാരക്കുറുപ്പ് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചാനൽ. ജോൺ മേനോന്റെ ടെലിഫോൺ രേഖകളാണ് ചാനലിന്റെ പിടിവള്ളി. അയാൾ സുകുമാരക്കുറുപ്പിന്റെ നാട്ടിലെ ബന്ധുക്കളുമായി വർഷങ്ങളായി നിരന്തരം ബന്ധപ്പെടുന്നു. അതിന്റെ തെളിവുകൾ ഉണ്ടെന്ന് ചാനൽ അവകാശപ്പെടുന്നുണ്ട്. വാർത്ത വരുന്നതിന്റെ അടുത്ത മണിക്കൂറുകളിൽ പോലും ആശയവിനിമയം നടന്നിരുന്നു. വാർത്ത വൈറലായതോടുകൂടി കേരളത്തിൽ നിന്നും അബുദാബിയിൽ നിന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജോൺ മേനോന് കോളുകൾ പോയി. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഈ ഫോൺ രേഖകളാണ് സംശയം ബലപ്പെടുത്തുന്നത്. വാർത്തകൾ പരന്നതോടെ മലയാളികളുടെ മുഴുവൻ ശ്രദ്ധയും ബ്രൂണെ എന്ന രാജ്യത്തിലേക്കായി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രൂണെ. പക്ഷേ ഇതൊരു കുഞ്ഞൻ ഏഷ്യൻ രാജ്യമാണ്. വെറും 5765 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും വെറും 4,70,000-ഓളം വരുന്ന ജനസംഖ്യയുമുള്ള ഒരു കുഞ്ഞൻ രാജ്യം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണം 2200 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ 2 ജില്ലകളുടെ വലിപ്പം മാത്രമുള്ള രാജ്യം. പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വൻ നിക്ഷേപമാണ് ഈ രാജ്യത്തെ സമ്പന്നമാക്കുന്നത്. ബ്രൂണെ ദാറുസലാം എന്നാണ് രാജ്യത്തിന്റെ മുഴുവൻ പേര്. ബന്ദർസരി ഭഗവാനാണ് തലസ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരം. മെല്ലെ മെല്ലെ അത് ബ്രിട്ടീഷ് കോളനിയാകുന്നു. 1984 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നു. സുൽത്താൻ ഹസനാൽ ബോൽക്കിയാണ് ഇപ്പോഴത്തെ ഭരണാധികാരി. 90കളിൽ സുകുമാരക്കുറുപ്പ് ഇവിടെ എത്തി എന്നാണ് വാർത്ത. ശരിയാണെങ്കിൽ ഒളിച്ചു താമസിക്കാൻ പറ്റിയ രാജ്യം തന്നെയായിരുന്നു അന്ന് ബ്രൂണെ. സുകുമാരക്കുറുപ്പ് ബുദ്ധിപൂർവം തിരഞ്ഞെടുത്തതാണ് ഈ രാജ്യം എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് ഏറെ അകലെയല്ലാതെ, എന്നാൽ ആരും അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാത്ത രാജ്യം. ഈ ജോൺ മേനോൻ സുകുമാരക്കുറുപ്പാണെങ്കിൽ അയാളെ എങ്ങനെ പിടികൂടുമെന്നതാണ് അടുത്ത ചോദ്യം. ഇസ്ലാമിക് രാജവാഴ്ചയുള്ള ഒരു രാജ്യത്തു നിന്നും ഒരു കൊലക്കേസിലെ പ്രതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിൽ സാധിക്കുമോ? ബ്രൂണയുമായി കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ ഇന്ത്യക്കില്ല. പക്ഷേ എന്നുവെച്ച് പ്രതീക്ഷ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യയുമായി ബന്ധമില്ലാതിരുന്ന നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യക്കിപ്പോൾ നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം, ഇന്ത്യൻ നയതന്ത്രം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിച്ചു. 2024 സെപ്റ്റംബർ 3-4 തീയതികളിൽ നരേന്ദ്രമോദിയുടെ ബ്രൂണെ സന്ദർശനം നാഴികക്കല്ലായി മാറുകയായിരുന്നു.
ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമായിരുന്നു അത്. ഇന്ത്യ ബ്രൂണെ നയതന്ത്ര ബന്ധത്തിന്റെ 40ാം വാർഷികത്തിലാണ് ആ സന്ദർശനം നടന്നത്. അതിനുശേഷം ഇന്ത്യയുമായി ബ്രൂണയ്ക്ക് നല്ല ബന്ധമാണുള്ളത്. ഇസ്ലാമിക രാജ്യമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബ്രൂണെ പാകിസ്ഥാനെ പിന്തുണച്ചില്ല, പകരം നിഷ്പക്ഷത പാലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ബ്രൂണെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോഴത്തെ സുൽത്താൻ ഹസനാൽ ബോൽക്കിയുമായി അടുത്ത ബന്ധവും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഏജൻസികളുടെ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ബ്രൂണെ എന്ന് ചുരുക്കം. ജോൺ മേനോൻ എന്ന സുകുമാരക്കുറിപ്പിലേക്ക് തിരിച്ചു വന്നാൽ 24 വാർത്തയെ സംശയത്തോടെ കാണുന്നവർ ഇന്ന് ധാരാളമുണ്ട്. വാർത്ത സത്യമാണെങ്കിൽ അഥവാ ബ്രൂണയിൽ താമസിക്കുന്ന ജോൺ മേനോൻ സുകുമാരക്കുറിപ്പാണെങ്കിൽ 24 ന്യൂസും പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനും ഈ ഓണം തൂക്കുമെന്നുറപ്പാണ്. ഇനി അത് പാളിയാൽ പഴയ ചെമ്പോല പട്ടയം പോലെ നാറി നാണം കെടും. ഫോൺ രേഖകൾ മാത്രമാണ് ചാനൽ തെളിവായി ഉയർത്തിക്കാട്ടുന്നത്. പിന്നെ പ്രവാസി വ്യവസായിയുടെ മൊഴിയും. DNA പരിശോധന പോലെയുള്ള ശാസ്ത്രീയ തെളിവുകളിലൂടെയേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇത്രയും നാൾ കേസ് തലകൊത്തി നിന്ന് അന്വേഷിച്ച കേരള പോലീസിന് ഈ വാർത്ത കേട്ടിട്ട് വലിയ അനക്കമൊന്നുമില്ല. വാർത്ത പുറം ലോകം അറിയുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് വിവരം ചാനൽ പോലീസിന് കൈമാറിയിരുന്നു. എന്നിട്ടും അന്വേഷണ ഏജൻസിക്ക് ഒരനക്കവുമില്ല. അന്വേഷിക്കാം, പരിശോധിക്കുന്നു, ഇതൊക്കെയാണ് കേരള പോലീസിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടി. ഈ വാർത്ത ഒരു ഓലപ്പടക്കം മാത്രമാണെന്നും റേറ്റിംഗ് പിടിക്കാനുള്ള വിദ്യയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. അനിൽ നമ്പ്യാരെ പോലെയുള്ള പ്രശസ്തരായ മാധ്യമ പ്രവർത്തകർ പോലും 24 ചാനലിന്റെ ഈ വാർത്തയുടെ പേരിൽ നിശിതമായി വിമർശിക്കുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പോലീസ് സംവിധാനവും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്റർപോളിനെ വരെ രംഗത്തിറക്കിയിട്ടും പിടിക്കാൻ സാധിക്കാത്ത സുകുമാരക്കുറുപ്പിനെ ഒരു മാധ്യമം എങ്ങനെ കണ്ടെത്തി, അതും വിദേശ രാജ്യത്തു നിന്ന്? ഈ ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത്. പക്ഷേ വിമർശനങ്ങളെ കൂസാതെ ചാനൽ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു, ഫോളോ അപ്പുകൾ നൽകുന്നു. പ്രതിയുടെ കയ്യിൽ വാലിഡ് പാസ്പോർട്ട് ഉണ്ടെന്നും മലേഷ്യയിലേക്കോ മറ്റോ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും വേഗം പിടികൂടണമെന്നും ചാനൽ ആവശ്യപ്പെടുന്നുണ്ട്. വാസ്തവം എന്തെന്ന് പിന്നാലെ അറിയാം. പക്ഷെ 24 വാർത്ത നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. അതിന് കാരണങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, കൃത്യമായ വിവരങ്ങളില്ലാതെ ഒരു റിപ്പോർട്ടറെ ബ്രൂണെ പോലെയുള്ള വിദേശ രാജ്യത്തേക്ക് അയച്ച് ഇങ്ങനെ ഒരു വാർത്ത ഒരു ചാനലും ചെയ്യില്ല. മാത്രമല്ല, സംശയമല്ല, ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചാനൽ. രണ്ടാമത്തെ കാര്യം, 24 ചാനൽ സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം ജോൺ കുമാർ എന്നറിയപ്പെടുന്ന പ്രവാസി വ്യവസായിയുടേതാണ്. അയാൾ സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ താൻ സുകുമാരക്കുറുപ്പ് അല്ല എന്ന് പറഞ്ഞ് അയാളോ കേരളത്തിലെ അയാളുടെ വീട്ടുകാരോ ഇതിനോടകം രംഗത്ത് വരേണ്ടതായിരുന്നു. പക്ഷെ അത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പകരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. 4.5 പതിറ്റാണ്ട് കാലം ഒളിച്ചിരുന്ന ഒരു കൊലപാതകിയെ 24 ന്യൂസ് ചാനൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൈയടിക്കേണ്ട വിഷയം തന്നെയാണ്. മറിച്ചാണെങ്കിൽ മലയാള മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ അത് തകർക്കും.